1571 ലപ്പാൻഡോയിൽ തുർക്കി സാമ്രാജ്യത്തിനെതിരെ ക്രിസ്തീയ വിശ്വാസികൾ കൈവരിച്ച യുദ്ധവിജയത്തിന്റെ നന്ദി പ്രകാശനത്തിനായി വിശുദ്ധ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കാൻ തുടങ്ങിയത്. 16-ാം നൂറ്റാണ്ടു മുതൽ ആചരിച്ചു വരുന്ന ജപമാല രാജ്ഞിയുടെ തിരുനാൾ ലോകം മുഴുവനുമുള്ള മരിയ ഭക്തരുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനയുടെ തിരുനാൾ എന്ന നിലയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ മാനവരാശിക്ക് നേടിക്കൊടുത്തിട്ടുള്ള പ്രാർത്ഥനകളിലൊന്നാണ് ജപമാല. ശക്തരായ തുർക്കി സാമ്രാജ്യത്തോട് പൊരുതി ജയിക്കാൻ അത്ഭുതങ്ങളല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. സ്പെയിൻ, വെന്നീസ് തുടങ്ങിയ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു യുദ്ധത്തിനിറങ്ങിയത്. നൂറുകണക്കിന് കപ്പലുകളിലും ചെറിയ വഞ്ചികളിലുമായി കടലിൽ വെച്ച് അവർ തുർക്കി സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടി. അന്ന് മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പിയൂസ് അഞ്ചാമന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവരെല്ലാം ആ സമയം ദൈവമാതാവായ മറിയത്തോട് തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒക്ടോബർ 7 തുർക്കികളെ തോൽപ്പിച്ച് ക്രൈസ്തവർ വിജയം നേടി. ജപമാലയുടെ അത്ഭുതകരമായ ശക്തിയിലാണ് തുർക്കി സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞതെന്ന് ഏവർക്കും ബോധ്യപ്പെട്ടു. വിജയ ദിവസം പരിശുദ്ധ ജപമാലയുടെ തിരുനാൾ ആഘോഷിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പിയൂസ് അഞ്ചാമന് ശേഷം വന്ന മാർപ്പാപ്പമാരെല്ലാം ജപമാലയുടെ ശക്തി മനസ്സിലാക്കി ആ പ്രാർത്ഥനയിൽ മുഴുകാൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ആദിമസഭയുടെ കാലം മുതൽ തന്നെ മരിയ ഭക്തി പ്രചാരം നേടി വന്നുവെങ്കിലും പല ഘട്ടങ്ങളായാണ് ജപമാല പൂർണ്ണരൂപം പ്രാപിക്കുന്നത്. ഡൊമിനീഷ്യൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക് വഴിയാണ് കന്യകാമറിയം തന്റെ ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളെ ധ്യാനിക്കുന്ന പ്രാർത്ഥന ചൊല്ലാൻ കൽപ്പിക്കുന്നത്. ഡൊമിനിക് മറിയത്തിന്റെ തീവ്ര ഭക്തനായിരുന്നു. വിശുദ്ധ ഡൊമിനിക്കിനെ പരിശുദ്ധ മറിയം ദർശനം നൽകുകയും റോസാപ്പൂക്കൾ കൊണ്ടൊരു മാല സമ്മാനിക്കുകയും ചെയ്ത അന്നു മുതൽ ഡൊമിനീഷ്യൻ സഭാംഗങ്ങൾ മാതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങി.